ഈ ഒരു പെൺകുട്ടി എത്ര മുടി വെട്ടിയിട്ടും കാര്യമില്ല. അവളുടെ മുടിയാണെങ്കിൽ പെട്ടെന്ന് വളർന്ന് അവളുടെ വീട് മുഴുവൻ വ്യാപിക്കുകയാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു രാജ്ഞിക്ക് വലിയൊരു രോഗം പിടിപെട്ട് അവിടുത്തെ രാജാവാണെങ്കിൽ അതിനൊരു മരുന്ന് തേടി ഒരു യാത്ര ആരംഭിച്ചിരുന്നു. ആൻഡ് അവർ കണ്ടെത്തിയ അത്ഭുത ശക്തികളുള്ള ഈ ഒരു പൂവിപ്പോൾ ആ രാജാവ് തന്റെ ഭാര്യക്ക് മരുന്നായി കൊടുക്കുകയാണ്. എന്നാൽ ആ പൂവിപ്പോൾ ആ രാജ്ഞിയുടെ രോഗം മാറ്റിയെന്ന് മാത്രമല്ല, അന്ന് രാത്രി തന്നെ അവൾ ഒരു സുന്ദരിയായ പെൺകുട്ടിക്ക് ജന്മവും നൽകുന്നു. പക്ഷേ ഈ സമയം ആ പെൺകുട്ടിയുടെ മുടിയിലെ അത്ഭുത കഴിവ് മനസ്സിലാക്കി അവിടേക്ക് എത്തിയ ഒരു മന്ത്രവാദി അവളിൽ നിന്നും ആ ശക്തി തന്നിലേക്ക് ആക്കാൻ വേണ്ടി ഇപ്പോൾ ആ പെൺകുട്ടിയുടെ കുറച്ചുകൂടി വെട്ടിയെടുക്കുകയാണ്. എന്നാൽ അത് അവളുടെ കൈകളിലേക്ക് എത്തിയതും നെക്സ്റ്റ് സെക്കൻഡിൽ അവളുടെ രൂപം വളരെ മോശമായി മാറാൻ ആരംഭിച്ചു. ഇത് കാരണം അവൾ ഇപ്പോൾ ആ കുട്ടിയെ എടുത്ത് അവിടെ നിന്നും കടന്നു കളയുകയാണ്. അങ്ങനെ ആ മന്ത്രവാദിനി ഇപ്പോൾ ആ കുട്ടിയിലൂടെ അവളുടെ യുവത്വം തിരിച്ചെടുത്ത് ഒരു അമ്മയെ പോലെ ആ രാജകുമാരിയെ വളർത്തി വലുതാക്കുന്നു. കൂടാതെ അവൾ സത്യം മനസ്സിലാക്കാതിരിക്കാൻ ആ മന്ത്രവാദിനി ഒരു തരത്തിലും ആ രാജകുമാരിയെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു കള്ളൻ രക്ഷപ്പെടാൻ വേണ്ടി അറിയാതെ ഓടി ഇപ്പോൾ ആ രാജകുമാരിയുടെ വീട്ടിലേക്ക് കയറുന്നു. ഇത് കണ്ട് പാനിക്കായവൾ ഇപ്പോൾ ഒരു പാത്രം വെച്ച് ആ കള്ളന്റെ തലക്കടിക്കുകയാണ്. പക്ഷേ അവനോട് സംസാരിച്ചപ്പോൾ അവനൊരു പാവമാണെന്ന് മനസ്സിലാക്കി ആ രാജകുമാരിക്ക് സത്യം കണ്ടെത്താൻ അവനൊരു വഴികാട്ടിയാവുകയാണ്.